ലോകത്തിൽ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വേർതിരിക്കുന്നു. കിഴക്ക് ഭാഗത്ത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന മലകളും കുന്നുകളും നിറഞ്ഞതാണ് മലനാട്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്നത് കോടിക്കണക്കിന് വർഷത്തെ ജീവകണങ്ങളുള്ള എക്കൽമണ്ണാണ്. അതിൽ വിരിയുന്ന ഓരോ അരിമണിക്കും ഔഷധം. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമായതാണ് കേരളത്തിലെ നെൽകൃഷി രീതികളും. സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് കേരളത്തിന് നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പാലക്കാട്ടേക്ക് പോയാൽ പർവ്വതത്തിൻ്റെ തൊട്ടടുത്ത് അവിടുത്തെ കാറ്റേറ്റ് വളരുന്ന കതിരുകൾ കാണാൻ പറ്റും. എപ്പോഴും മഴ ലഭിക്കുന്ന മലയോര പ്രദേശങ്ങളുള്ളതിനാൽ ഏറ്റവും ശുദ്ധമായ വെള്ളം തന്നെ നെൽകൃഷിക്ക് ഉപയോഗിക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് നെല്ല് വിതയ്ക്കുന്നതും കൊയ്യുന്നതും ചക്രം ചവിട്ടി ജലസേചനം ചെയ്യുന്നതൊക്കെ ഓർമ്മ വരുന്നു. ഒരു ഉത്സവം തന്നെയായിരുന്നു. ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായ കൃഷിരീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ശുദ്ധമായ ജലം കൊണ്ട് രാസവസ്തുക്കളുടെ അതിപ്രസരമില്ലാതെ റാഗ് വിനായക വിളയിച്ചെടുക്കുന്ന ഓരോ അരിമണിയും ലോകത്തിലെ ഏത് മാർക്കറ്റിലും ഒന്നാമനായിരിക്കും, നമ്പർ 1. പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഈ മണ്ണിൽ നിന്നും ലോകത്തിന് ഞങ്ങൾ നൽകുന്നത് ഒരു ഉൽപ്പന്നം മാത്രമല്ല, ആരോഗ്യമുള്ള അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു കരുതൽ കൂടിയാണ്. ഇത് വെറും വാക്കല്ല, എൻ്റെയും ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെയും ഉറപ്പ്.